നവംബർ 25 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: അലക്സാൻഡ്രിയയിലെ വിശുദ്ധ കാതറിൻ, വിശുദ്ധ അലാനൂസ്, വിശുദ്ധ അൽനോദ്, വിശുദ്ധ എരാസ്മോസ്, വിശുദ്ധ ഇമ്മ. അലക്സാൻഡ്രിയയിലെ വിശുദ്ധ കാതറിൻ. 313 കാലഘട്ടത്തിലാണ് അലക്സാൻഡ്രിയയിലെ വിശുദ്ധ കാതറിൻ ജീവിച്ചിരുന്നത്. പഠനത്തിന്റെയും വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും കേന്ദ്രമായ അലക്സാൻഡ്രിയ ലോകത്തെ മികച്ച നഗരങ്ങളിൽ ഒന്നായിരുന്നു. മാക്സിമിനസ് ചക്രവർത്തിയുടെ കാലത്ത് അലക്സാൻഡ്രിയയിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതിയായ ഒരു കന്യകയാണ് കാതറിൻ. രാജകുടുംബത്തിലാണ് കാതറിൻ ജനിച്ചത്. 14-ാമത്തെ വയസ്സിൽ കാതറിന് മറിയത്തിന്റെയും ശിശുവായ യേശുവിന്റെയും ചലനാത്മക ദർശനം അനുഭവിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു അടിയുറച്ച വിശ്വാസമുള്ള ക്രിസ്ത്യാനിയാകാൻ കാതറിൻ തീരുമാനിച്ചു. മാക്സിമിനസ് ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ കാതറിൻ അവന്റെ ക്രൂരതയെ അപലപിക്കാൻ അദ്ദേഹത്തെ സന്ദർശിച്ചു. കാതറിനെ വധിക്കാൻ ഉത്തരവിടുന്നതിന് പകരം മാക്സിമിനസ് ചക്രവർത്തി വിജാതിരായ 50 വാഗ്മികളെയും തത്വചിന്തകന്മാരെയും വരുത്തി കാതറിനുമായി സംവാദം നടത്താൻ ആവശ്യപ്പെട്ടു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രചോദിതയായ കാതറിൻ തന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വാചാലയായി. കാതറിന്റെ വാക്കുകളിൽ സ്വാധീനിക്കപ്പെട്ട തത്വശാസ്ത്രജ്ഞന്മാർ പരാജയപ്പെടുകയും അവരും അനേകം ജനങ്ങളും ക്രിസ്ത്യാനിയായി സ്നാനമേൽക്കുകയും ചെയ്തു. ഉടൻ തന്നെ അവർ വധിക്കപ്പെടുകയും ചെയ്തു. അറസ്റ്റിലായ കാതറിനെ ചമ്മട്ടി കൊണ്ടടിച്ചു, മറ്റു പലതരത്തിലും പീഡിപ്പിച്ചു. എന്നിട്ടും തന്റെ വിശ്വാസം ഉപേക്ഷിക്കാൻ കാതറിൻ കൂട്ടാക്കിയില്ല. ചക്രവർത്തിയുടെ ഭാര്യ വലേറിയായെ കാതറിൻ മതപരിവർത്തനം നടത്തി. മാക്സിമിനൂസിന്റെ മൃഗീയമായ കാമത്തെ ശമിപ്പിക്കാൻ അദ്ദേഹം അവളെ ക്ഷണിച്ചു. മരിക്കേണ്ടി വന്നാലും തന്റെ ചാരിത്രത്തെ നഷ്ടപ്പെടുത്തുകയില്ലെന്നായിരുന്നു കാതറിന്റെ നിശ്ചയം. പല പ്രാവശ്യം നിർബന്ധിച്ചിട്ടും ചക്രവർത്തിയുടെ കാമവെറിയിൽ വഴിപ്പെടാത്തതിനാൽ കാതറിന്റെ വസ്തുവകൾ കണ്ടുകെട്ടി അവളെ നാടുകടത്തി. കുറെ കഴിഞ്ഞ് അവളെ തിരിച്ചു വിളിച്ചു, വീണ്ടും പാപത്തിന് നിർബന്ധിച്ചു. അപ്പോഴും അവൾ അതിനെ സമ്മതിക്കാതിരുന്നപ്പോൾ ഒരു യന്ത്രത്തിൽ കിടത്തി അവയവങ്ങൾ വലിച്ചു കീറിച്ചു. അനന്തരം അവളുടെ ശിരസ് ഛേദിച്ചു കളഞ്ഞു. ഈ രക്തസാക്ഷിണിയുടെ അസാധാരണ പാണ്ഡിത്യവും ദൈവഭക്തിയും പരിഗണിച്ച് സ്കൂളുകൾ അവളെ മധ്യസ്ഥയായി തിരഞ്ഞെടുത്തു. തത്വശാസ്ത്രജ്ഞന്മാർക്ക് അവൾ മാതൃകയായി. രക്തസാക്ഷികൾ പ്രദർശിപ്പിക്കുന്ന മനോധൈര്യം അവരുടെ പൂർവ്വകാല ജീവിതത്തിൽ നിന്ന് വേർതിരിച്ച് പരിഗണിക്കാവുന്നതല്ല. അവരുടെ ജീവിതത്തിന്റെ സ്വാഭാവിക ഫലമാണത്. രക്തസാക്ഷികളെപ്പോലെ അവസാനം വരെ സഹനത്തിന് നിലനിൽക്കണമെങ്കിൽ അവരെ പോലെ ദൈവവര പ്രസാദത്തോടെ വിശ്വസ്തത പ്രദർശിപ്പിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. 800-ാം കാലഘട്ടത്തിനോടടുത്തപ്പോഴും കാതറിന്റെ ശരീരം അഴുകാത്ത വിധം ഇരിക്കുന്നതായി കാണപ്പെട്ടു. വളരുന്ന മുടി, ശരീരത്തിൽ നിന്ന് എണ്ണയുടെ നിരന്തരമായ പ്രവാഹം, ഇതെല്ലാം ദൈവ സാന്നിധ്യത്തിന്റെ സാക്ഷ്യമായി തീർന്നു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ലൈബ്രറിയന്റെയും വക്കീലന്മാരുടെയും രക്ഷാധികാരിയായിട്ടാണ് വിശുദ്ധ കാതറിനെ തിരുസഭ അംഗീകരിച്ചിരിക്കുന്നത്. അലക്സാൻഡ്രിയയിലെ വിശുദ്ധ കാതറിനെ ബുദ്ധിമാന്ദ്യമുള്ള കുഞ്ഞുങ്ങൾക്കും പഠിക്കുവാൻ സാധ്യമല്ലാതെ വിഷമിക്കുന്ന ഓർമ്മശക്തിയില്ലാത്ത വിദ്യാർത്ഥികൾക്കും വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.